ഹിന്ദി മേരാ ദോസ്ത് ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇനി നമ്മൾ സ്വരാക്ഷരങ്ങൾ മുഴുവനുമായിട്ട് പഠിക്കുവാൻ പോവുകയാണ്. എല്ലാവരും വളരെ ശ്രദ്ധയോടെ പഠിക്കുക. ഇതാണ് ആ, ആസെ അനാർ, ആസെ അനാർ. ഇതാണ് ആ, ആസെ ആം. ഇതാണ് ആ, ആസെ ആം. ഈ കാണുന്നതാണ് ഇ, ഈസെ ഇമ്മലി. ഏതക്ഷരമാണ്? ഇ എന്നുള്ള അക്ഷരം. ഈസെ ഇമ്മലി. ഈ കാണുന്ന അക്ഷരമാണ് ഈ, ഈസെ ഈക്ക്. അപ്പോൾ ഈ അക്ഷരത്തോടു കൂടി നമ്മൾ ഒരു വാക്കൂടെ പഠിച്ചു. അതാണ് ഈക്ക്. ഈക്ക് എന്ന് വെച്ചാൽ കരിമ്പ് എന്നാണ് അർത്ഥം. അപ്പോൾ നമ്മളിവിടെ പഠിച്ചത് ഈ എന്നുള്ള അക്ഷരമാണ്. അടുത്ത അക്ഷരമാണ് ഉ, ഊസെ ഉല്ലു. എന്താണ് അക്ഷരം? ഉ, ഊസെ ഉല്ലു. ഉല്ലു എന്ന വാക്കിൻ്റെ അർത്ഥമാണ് മൂങ്ങ. ഉല്ലു എന്ന വാക്കിൻ്റെ അർത്ഥമാണ് മൂങ്ങ. ഇനി ഇപ്പോഴുള്ള വാക്കാണ് ഊ, ഊസെ ഊൻ. ഊൻ എന്ന വാക്കിൻ്റെ അർത്ഥം കമ്പിളി നൂൽ എന്നാണ്. ഈ സ്ക്രീനിൽ കാണുന്ന അക്ഷരമാണ് ഇറു. ഇറു എന്ന അക്ഷരമാണ് സ്ക്രീനിൽ കാണുന്നത്. ഇറുസെ ഋതു എന്നൊരു വാക്കുകൂടെ അവിടെ കൊടുത്തിരിക്കുന്നു. നിങ്ങൾ ആ വാക്കുകൾ പഠിക്കുക. ഇതാണ് സ്ക്രീനിൽ കാണുന്ന അക്ഷരമാണ് എ. എസെ എ ഡി. എ ഡി എന്ന് വെച്ചാൽ ഉപ്പൂറ്റി എന്നാണ് അർത്ഥം. എസെ എ ഡി. എ ഡി എന്ന് വെച്ചാൽ ഉപ്പൂറ്റി. അടുത്ത അക്ഷരമാണ് സ്ക്രീനിലേക്ക് നോക്കിക്കേ. അടുത്ത അക്ഷരമാണ് ഐ. ഐ എന്ന അക്ഷരമാണ് സ്ക്രീനിൽ കാണുന്നത്. ഐസെ ഐനക്. ഐസെ ഐനക്. ഐനക് എന്ന് വെച്ചാൽ കണ്ണാടി എന്നാണ് അർത്ഥം. ഐനക് എന്ന് വെച്ചാൽ കണ്ണാടി എന്നാണ് അർത്ഥം. അടുത്ത അക്ഷരം പഠിക്കാൻ പോവുകയാണ്. ഈ കാണുന്ന അക്ഷരമാണ് ഓ. ഓസെ ഓഖലി. ഓസെ ഓഖലി. ഓഖലി എന്ന വാക്കിൻ്റെ അർത്ഥം ഉരൽ എന്നാണ്. അടുത്ത അക്ഷരമാണ് ഔ. ഔ എന്ന അക്ഷരമാണ് കാണുന്നത്. ഔസെ ഔഷധി. ഔസെ ഔഷധി. ഔഷധി എന്ന് വെച്ചാൽ ഔഷധം അല്ലെങ്കിൽ മരുന്ന്. അടുത്ത അക്ഷരമാണ് അം. അംസെ അങ്കൂർ. അംസെ അങ്കൂർ. അങ്കൂർ എന്ന് വെച്ചാൽ മുന്തിരിങ്ങ. അടുത്ത അക്ഷരമാണ് അഹ. അടുത്ത അക്ഷരം അഹ. ഇന്ന് നമ്മൾ ഒറ്റ വീഡിയോയിൽ സ്വരാക്ഷരങ്ങൾ മുഴുവനും പഠിച്ചു കഴിഞ്ഞു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾ എല്ലാ കൂട്ടുകാർക്കും ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. വീണ്ടും വീണ്ടും വീഡിയോ കണ്ട് ഒന്നുകൂടെ മനസ്സിലാക്കി പഠിക്കുക. എന്നിട്ട് നിങ്ങളുടെ കമൻറ്റ് രേഖപ്പെടുത്തുവാൻ മറക്കരുത്. അടുത്ത വീഡിയോയുമായി വരുന്നതും വരെ നല്ലവിധം ഈ വീഡിയോയിലെ വാക്കുകൾ പ്രാക്ടീസ് ചെയ്യുക. സ്വരാക്ഷരങ്ങൾ നല്ലവിധം പഠിക്കുക.